വിഖ്യാത ബോളിവുഡ് നടനും സംവിധായകനും നിർമ്മാതാവുമായ മനോജ് കുമാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. രാജ്യം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. 90കളുടെ അവസാനം വരെ സജീവമായി ഇന്ത്യൻ സിനിമയുടെ പതാകവാഹകരിൽ ഒരാളായിരുന്നു മനോജ് കുമാർ. ദേശസ്നേഹം നിറഞ്ഞ എണ്ണമറ്റ ചിത്രങ്ങൾ. ഭാരത് കുമാർ എന്ന വിളിപ്പേര് കിട്ടിയതുപോലും അങ്ങനെയാണ്. നടനായി 60ലേറെ ചിത്രങ്ങൾ, സംവിധായകനായി 7 ചിത്രങ്ങൾ. പലതിലും ചിത്ര സംയോജകനും മറ്റാരുമായിരുന്നില്ല. ഉപകാർ, ഷഹീദ്, ക്രാന്തി, റൊട്ടി കപട ഓർ മക്കാൻ, ഷോർ തുടങ്ങി മനോജ് കുമാർ എന്ന പേരിനൊപ്പം ഓർമ്മയിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ. രാജ് ഭോസ്ലെയുടെ സംവിധാനത്തിൽ 1964 പുറത്തിറങ്ങിയ വോ കോൻഥി എന്ന ത്രില്ലർ സിനിമ വൻ വിജയമായതോടെയാണ് രാജ്യമൊട്ടാകെ നടനെന്ന നിലയിൽ പ്രശസ്തനാവുന്നത്. 60കളുടെയും 70കളുടെയും പ്രണയാതുരമായ ഒട്ടേറെ ഗാനങ്ങൾക്ക് സ്ക്രീനിൽ ജീവൻ നൽകിയത് മനോജ് കുമാർ ആയിരുന്നു. ഇന്നത്തെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ 1937 ജനനം. 10ാം വയസ്സിൽ ദില്ലിയിലെത്തി. ഹരികൃഷ്ണഗിരി ഗോസ്വാമി എന്ന പേര് മനോജ് കുമാർ ആയതിലും സിനിമാ സ്വാധീനമുണ്ട്. നടൻ ദിലീപ് കുമാറിന്റെ കടുത്ത ആരാധകനായിരുന്നതിനാലാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് സ്വന്തം പേരായി സ്വീകരിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1992 പത്മശ്രീയും 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും നൽകി രാജ്യം ആദരിച്ചു. 24 മുംബൈ.